അംഗീകാരത്തിന് വേണ്ടി തെരഞ്ഞെടുക്കാൻ ചെയ്ത ചേംബർ ഭാരവാഹികളോടും ഫിയോക്കിൻ്റെ ഭാരവാഹികളോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എനിക്ക് കിട്ടിയ ഈ അംഗീകാരം മുൻ ജനറൽ സെക്രട്ടറിയും എൻ്റെ ഫാദറുമായ MC ചാത്തയുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ്. കാരണം ഇന്ന് ആ കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സ് ഇരിക്കുന്ന സ്ഥാപനം ഗവൺമെന്റിൽ നിന്നും പതിച്ചെടുക്കുവാൻ വേണ്ടി ശ്രമിച്ചതിൽ ഒരാളാണ്. അന്ന് പ്രസിഡന്റായിരുന്നത് വെല്ലാൻ സ്റ്റുഡിയോയുടെ S. മുരുകനും ഫാദറും സെക്രട്ടറി ആയിരുന്നു. അന്ന് അദ്ദേഹത്തിന് അത് സാധിച്ചത് അദ്ദേഹം അന്ന് CPIയുടെ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറുമായിരുന്നു. അന്നത്തെ റവന്യൂ മിനിസ്റ്റർ KT ജേക്കബ് ആയിരുന്നു. അതിനുശേഷം ആ സ്ഥാപനം പണിയുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ അന്ന് MC കുന്നൂസ്, അതായത് നവോദയ അപ്പച്ചൻ പ്രസിഡന്റും സെക്രട്ടറി MC ചാക്കോയുമായിരുന്നു. അതാണ് ഞാൻ അദ്ദേഹത്തിന് എനിക്ക് ഈ അംഗീകാരം കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നത് എനിക്ക് തോന്നിയത്. പിന്നെ സിനിമാ വ്യവസായം തുടങ്ങിയ അന്ന് തുടക്കം മുതൽ ഞാൻ ഈ സ്റ്റെപ്പുകളിൽ കയറി തുടങ്ങിയപ്പോൾ സെൻട്രൽ പിക്ചേഴ്സ്, അതുപോലെ തന്നെ എവർഷൈൻ മണി എന്നറിയപ്പെടുന്ന എവർഷൈൻ ഫിലിംസിന് മുമ്പ് ഒരു സീത ഫിലിംസ് ഉണ്ടായിരുന്നു. അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലും ഞാൻ കയറി തുടങ്ങി. അതുപോലെ തന്നെ ജവഹർ ഫിലിംസ്, KT കുഞ്ഞുമൻ സാറ്, അങ്ങനെ ഒത്തിരി ജിയോ പിക്ചേഴ്സ്, അങ്ങനെ വളരെ നല്ല നല്ല ഇതിൻ്റെ ആൾക്കാർ. ഞാൻ പറയുകയാണെങ്കിൽ അന്ന് അപ്പനും മകനും പോലെയായിരുന്നു ഡിസ്ട്രിബ്യൂട്ടറും എക്സിബിറ്ററും എന്ന് ഞാൻ പറയുന്നു. കാരണം എക്സിബിറ്റർ നിലനിൽപ്പിന് വേണ്ടി ഡിസ്ട്രിബ്യൂട്ടർ നിലനിൽക്കുന്നു, ഡിസ്ട്രിബ്യൂട്ടർ നിലനിൽപ്പിനും വേണ്ടി തിയേറ്ററുകാരൻ നിലനിൽക്കുന്നു. അങ്ങനെ ഒരു ബന്ധം അന്ന് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സാമ്പത്തിക കാര്യങ്ങളിലേക്ക് മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ബന്ധം, അന്നത്തെ ബന്ധങ്ങൾ വളരെ നല്ല ഒരു ബന്ധങ്ങളായിരുന്നു. ആ സിനിമ ശരിക്കും ഒരു കുടുംബം, അതായത് പണ്ടുണ്ടായിരുന്ന കൂട്ടുകുടുംബം. ആ കൂട്ടുകുടുംബം ഞാൻ അത് എടുത്തു പറയാനുണ്ടായിരുന്ന കാലത്ത് ഞാൻ എൻ്റെ ഫാദറിന്റെ അനിയന്മാരും കൂടി കൂട്ടായി തുടങ്ങി ഒരു ബിസിനസ്സാണ് 1962 കൂത്താട്ടോളം പീപ്പിൾസ് തിയേറ്റർ നിന്നുണ്ട്. അതിനുശേഷം എൻ്റെ ഫാദർ 5 സിനിമാ തിയേറ്ററുകൾ പല സ്ഥലങ്ങളിലായി 5 തിയേറ്ററുകൾ നടത്തി. അങ്ങനെ 1974 ഞാൻ ഇതിൽ വന്നത്. പിന്നീട് അങ്ങനെ 51 കൊല്ലത്തോളം സിനിമ സേവിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മ വന്ന മുതൽ ഇന്ന് വരെ ആ സിനിമാ വ്യവസായത്തിൻ്റെ ബ്ലഡാണ് എൻ്റെ ശരീരത്തിലൂടെ ഇപ്പോഴും പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം ഞാൻ സംഘടനാ പ്രവർത്തനത്തിലേക്ക് ഈ ടൈംസ് മൂവി ഹൗസ് കഴിഞ്ഞ ശേഷം അതിൻ്റെ ബാധ്യതകൾ തീർന്നു കഴിഞ്ഞപ്പോൾ 87 മുതൽ ഞാൻ വരികയും അതിന് അന്ന് എന്നെ സഹകരിച്ച് അതിലേക്ക് പ്രേരിപ്പിച്ചതും അതിന് വേണ്ട സഹായ സഹകരണം ചെന്ന് തന്ന ആളാണ് നമ്മുടെ സിയാദ് പോക്കർ. അതോടൊപ്പം തന്നെ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ അനുപമ കൊച്ചുമോൻ എന്ന് പറയുന്ന തോമസ് കോര, അദ്ദേഹം, ഇവർ രണ്ടുപേരുമാണ് എന്നെ ഈ സംഘടനയിലേക്ക് കൊണ്ടുവരാനും അന്ന് അതിൻ്റെ പ്രയത്നത്തിലുള്ള എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങളും എനിക്ക് ചെയ്തതെന്നും അവർ ഇന്നും ഞാൻ ഓർക്കും. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഓർക്കും. കാരണം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ തന്നെ ഇരുന്ന് എനിക്ക് സംസാരിക്കാനുള്ള അവസരം തന്നെ ഉണ്ടാക്കി തന്നത് അവരാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ ചേംബറിന്റെ ഭാരവാഹികൾ പ്രത്യേകിച്ചും ഈ 1-2 കൊല്ലമായി ജേക്കബ് ചെയ്ത പ്രവർത്തനം നമ്മൾക്ക് അസൂയാവമാണെന്ന് ഞാൻ പറയാം. എല്ലാ കാര്യത്തിലും വളരെ കൃത്യനിഷ്ഠതയുണ്ട്. കാരണം ഈ സ്കൂളിലേക്കൊക്കെ ഞാൻ വരാറുണ്ട്. അതിൽ വരെ അദ്ദേഹം വന്ന് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരാളാണ്. അദ്ദേഹത്തിന്റെ കഴിവുകൾ വളരെ നല്ല, ഈ 2 കൊല്ലം നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരാളാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയോ മനോഭാവം ഇല്ലാതെ അതിന്റെ ശരിയായ രീതിയിൽ പോകണമെന്ന് വിശ്വസിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ജേക്കബ്. അതുകൊണ്ട് കേരളത്തിലെ ഈ ഫിലിം ചേംബറിന്റെ എല്ലാ ഭാരവാഹികളോടും
അതുപോലെ തന്നെ ഇതിൽ അഫിലിയേറ്റഡ് മെമ്പറായ എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ, ഫെഡറേഷൻ, എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ, ഫിയോക് എന്നീ സംഘടനകളെ ഉള്ള മെമ്പർമാരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.